മാലിന്യമുക്ത നവകേരളം പ്രഖ്യാപനത്തിനും തദ്ദേശ സ്ഥാപന ഫണ്ടിൽ കണ്ണുവെച്ച് സർക്കാർ. പ്രാദേശിക പരിപാടികളുടെ മുഴുവൻ ചെലവും തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണം. പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും ഉപയോഗപ്പെടുത്തണമെന്ന് സർക്കാർ ഉത്തരവ്. വാർഡ് തലം തൊട്ട് പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. പ്രജിത് മോഹനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. പ്രജിത്ത്, എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്? ദൃശ്യ ഈ മാലിന്യമുക്തം നവകേരളം എന്ന പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ പടം വെച്ചിട്ടുള്ള വലിയ പരിപാടികൾ, ഫ്ലെക്സ് ബോർഡുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രചാരണങ്ങൾക്കൊക്കെ സർക്കാർ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും തദ്ദേശ സ്ഥാപന തലം മുതൽ സംസ്ഥാന തലം വരെ വലിയ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്നത്. വലിയ പണം ചെലവഴിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനവും പ്രചാരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുന്നു. ഈ നേരത്തെ ഈ വൃത്തി കോൺക്ലേവുമായി ബന്ധപ്പെട്ട നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് 8 കോടിയിലധികം രൂപ സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാൻ, അവരുടെ തനത് ഫണ്ടിൽ നിന്ന് പിരിച്ചെടുക്കാൻ സർക്കാരിന്റെ ഉത്തരവ് എന്നുള്ളത്. ആ വൃത്തി കോൺക്ലേവും ഈ മാലിന്യമുക്തം കേരളം അതിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ 8 കോടിയിലധികം രൂപ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് പിരിച്ചെടുക്കുന്ന സർക്കാർ വിവിധ പരിപാടികൾ, അതായത് വാർഡ് തലം മുതൽ ഈ പറയുന്ന രീതിയിൽ ശുചിത്വ പ്രഖ്യാപനം, അതുമായി ബന്ധപ്പെട്ടുള്ള സദസ്സുകൾ, ഇൻസ്റ്റലേഷൻ പരിപാടികൾ, പ്രചാരണ പരിപാടികൾ എന്നിവയൊക്കെ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഓരോ സ്ഥാപനങ്ങൾക്കും ചെലവഴിക്കാവുന്ന പരമാവധി തുകയുടെ കണക്കും അതിനൊരു ഉത്തരവിന്റെ ഭാഗമായി സർക്കാർ നൽകിയിട്ടുണ്ട്. അതായത് പഞ്ചായത്തുകൾക്ക് 2 ലക്ഷം വരെ, മുനിസിപ്പാലിറ്റികൾക്ക് 5 ലക്ഷം വരെ, കോർപ്പറേഷനുകൾക്കും ജില്ലാതലത്തിലുമൊക്കെ 10 ലക്ഷം രൂപ വരെ ചെലവഴിക്കാം എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. അതായത് ഈ പറയുന്ന ഈ ഓരോ ജില്ലയിലെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ കണക്കെടുക്കുമ്പോൾ ഇത് കോടികളുടെ ചെലവ് ഓരോ ജില്ലയിലും ഈ മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് സംസ്ഥാനത്തിന്റെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു കേട്ടത് എന്നുള്ളത് ആലോചിക്കണം. അപ്പോൾ അതിന്റെയൊക്കെ ചൂടാറുന്നതിന് മുൻപ് കേരളം മാലിന്യമുക്തമായി എന്നുള്ളൊരു പ്രഖ്യാപനം നടത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം അടക്കം പരാജയപ്പെട്ടതിന്റെ പേരിൽ വലിയ വിമർശനം കേട്ട സർക്കാരാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതിൽ വീണ്ടും നേരത്തെ പറഞ്ഞ 8 കോടിക്ക് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നുമൊക്കെ വീണ്ടും വലിയ രീതിയിൽ പണം ചെലവഴിച്ച് സർക്കാരിന് വേണ്ടി ഒരു പ്രചാരണ പരിപാടി നടത്താൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും 30-ാം തീയതി മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരുമ്പോഴേക്കും ഇതിനുവേണ്ടി മാത്രം ചെലവഴിക്കുന്നത് കോടികളുടെ കണക്കിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരു കാര്യം എടുത്തു സൂചിപ്പിക്കാനുള്ളത്, ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഇനി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കുറവാണെങ്കിൽ സ്പോൺസർഷിപ്പ് കണ്ടുപിടിക്കാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സ്പോൺസർഷിപ്പ് വിവാദം നമുക്ക് ഓർമ്മയുള്ളതാണ്. ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന കളങ്കിതരായ വ്യക്തികളിൽ നിന്നോ മറ്റ് വിവാദങ്ങളിൽ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് വരെ അടക്കം പണം സ്വീകരിച്ച് നവകേരള സദസ്സിന് വേണ്ടി പിരിവ് നടത്തിയത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടൊക്കെ മാറിയിരുന്നു. എന്തായാലും സമാനമായ രീതിയിൽ ഇനി തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഫണ്ട് പിരിവിന് ഇറങ്ങണം എന്നുള്ളത് കൂടി സർക്കാർ ഒരു നിർദ്ദേശമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും വൃത്തി കോൺക്ലേവിന് ചെലവഴിക്കുന്ന കോടികൾക്ക് പുറമെ ഇനി തദ്ദേശ സ്ഥാപന തലങ്ങളിൽ വരെ ഇത്തരത്തിൽ കോടികളുടെ ചെലവ് ഈ മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഉത്തരവിന്റെ ഏറ്റവും കാതലായ ഭാഗം. ദൃശ്യ. ശരി, പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനതു ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ പ്ലാൻ ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തണമെന്നാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പണം കണ്ടെത്താനായില്ലെങ്കിൽ സ്പോൺസർഷിപ്പിലൂടെയെങ്കിലും പണം കണ്ടെത്തണമെന്നാണ് സർക്കാർ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം.